ലോകമെമ്പാടുമുള്ള റയൽ ആരാധകർ ഇന്ന് വലിയ സന്തോഷത്തിലാണ് എണീറ്റത്. കേരളത്തിൽ മാത്രമല്ല, നമുക്ക് നമ്മുടെ ഈ ഫേസ്ബുക്കിലൊക്കെ ഏത് പേജ് നോക്കിയാലും ഇന്ന് റയൽ ആരാധകരുടെ എന്താ പറയുക, പൂണ്ട് വിളയാട് എന്നൊക്കെ പറയില്ല, അതുപോലെയാണ് എല്ലാ കമൻറ്റ് സെക്ഷനുകളിലൊക്കെ റയൽ ആരാധകർ ഇങ്ങനെ നിറഞ്ഞു തുളുമ്പാണ്. കാരണം ഇതുപോലെ ദിവസം അവർ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി. നമുക്കറിയാം 2023-24 സീസൺ എന്ന് പറയുന്നത് റയൽ എന്താ പറയുക, ലോക ഫുട്ബോളിൻ്റെ ഏറ്റവും മുകളിൽ നിന്നൊരു വർഷമായിരുന്നു. കാരണം ചാമ്പ്യൻസ് ലീഗ് വിജയിച്ചു, ലാലീഗ വിജയിച്ചു, കൂടാതെ ഒരുപാട് റിവെഞ്ചുകളൊക്കെ ആ സീസൺ നടത്തിയിരുന്നു. മാഞ്ചസ്റ്റർ സിറ്റിയെ തോൽപ്പിക്കുന്നു, എൽ ക്ലാസിക്കോ വിജയിക്കുന്നു. പക്ഷേ പോയ സീസൺ അവർക്ക് എല്ലാം കൊണ്ടും മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സീസണായിരുന്നു. പ്രത്യേകിച്ചും സന്നാഹ മത്സരം അടക്കം 5 എൽ ക്ലാസിക്കോകൾ അവർ തോറ്റുവെന്ന് മാത്രമല്ല, ദയനീയമായിട്ടാണ് തോറ്റത്. കൂടാതെ ചാമ്പ്യൻസ് ലീഗിലും പോയിട്ട് അപമാനങ്ങൾ, ഐസലിനോട് തോറ്റു, ലിവർപൂളിനോട് തോറ്റു, അങ്ങനെ അടുത്ത കാലത്തായിട്ടുള്ള ബദ്ധവരികളോടൊക്കെ അവർ തോറ്റു. അതുകൊണ്ട് തന്നെ അവരൊരു തിരിച്ചുവരവിന് കാത്തിരിക്കുകയായിരുന്നു. റയൽ എന്ന് പറയുന്ന ക്ലബ്ബ് നമുക്കറിയാം, അത് മറ്റ് ക്ലബ്ബുകളെ പോലെയൊന്നുമല്ല. അവരൊരു പ്രൊഫഷണലി വർക്ക് ചെയ്യുന്ന എന്താ പറയുക, ലോകത്തെ ഏറ്റവും സാമ്പത്തിക അടിത്തറയുള്ള ഒരു ക്ലബ്ബാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങനെ അധിക കാലമൊന്നും അങ്ങനെ ഒരു ഫുട്ബോളിൻ്റെ ബാക്ക് യാർഡുകളിൽ ഇരിക്കാൻ അവർക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അവർ ഏത് വിധേനയും തിരിച്ചു വരാൻ ശ്രമിക്കും. അതിന് പറ്റിയ എന്താ പറയുക, ഒരു പ്രസിഡന്റ് അവർക്കുണ്ട്, അല്ലെങ്കിൽ മാനേജർമാർ അവരെത്തിക്കും. അങ്ങനെ അവർ ഈ സീസണിന് മുന്നോടിയായിട്ട് ഒരുപാട് ചേഞ്ചുകൾക്ക് അവർ ശ്രമിച്ചിരുന്നു. കുറച്ച് ട്രാൻസ്ഫറുകൾ നടത്തി, ട്രെൻഡ് അലക്സാണ്ടറിനെ പോലുള്ള കുറച്ച് ട്രാൻസ്ഫറുകൾ നടത്തി. കൂടാതെ പുതിയ കോച്ച് സാബി അലോൺസോ, റയലിൻ്റെ എന്താ പറയുക, നാടിമിടി പറയുന്ന സ്പെയിനിൽ തന്നെയുള്ള ഒരു കോച്ചിനെ അവർ ജർമ്മനിൽ നിന്ന് കൊണ്ടുവന്നു. അങ്ങനെ എല്ലാം കൊണ്ടും ഒരുങ്ങിയാണ് അവർ നിന്നത്. അങ്ങനെയൊക്കെ ഒരുങ്ങുമ്പോഴും ആരാധകർക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഈ ബോയ്സ്, അതായത് ആൻസി ഫ്ലിക്കിൻ്റെ ബാഴ്സലോണയെ തോൽപ്പിക്കാൻ ഈ ടീമൊക്കെ മതിയോ എന്നവർക്കൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷേ അത് ധാരാളം എന്നവർ ഇന്നലത്തെ മത്സരത്തോട് തെളിയിച്ചു. അതിനപ്പുറം ഈ റയൽ ആരാധകർക്ക് ഇത്രയും ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ലമീൻ യമാലാണ്. അത് എന്താ പറയുക, നമ്മുടെ സ്പെയിൻ ദേശീയ ടീമിൻ്റെ ഒരു എന്താ പറയുക, അങ്ങനെയൊക്കെ പറഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ലമീൻ യമാൽ അവരുടെ ഭാവി താരമാണ്. ഒരുപക്ഷെ ലയണൽ മെസ്സിയോടൊക്കെ കമ്പാരിസൺ ചെയ്യപ്പെട്ടും ഏറെക്കുറെ അങ്ങനെ ഒരു കമ്പാരിസനോട് നീതി പുലർത്തുകയൊക്കെ ചെയ്തിരുന്ന ഒരു പ്ലെയറായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചില സ്റ്റേറ്റ്മെൻറ്റുകൾ റയൽ ആരാധകർക്ക് വല്ലാത്ത അലോസരമാണ് ഉണ്ടാക്കിയത്. അതിൽ ഒരു പരിധിവരെ നമുക്ക് റയൽ ആരാധകരെ കുറ്റം പറയാൻ സാധിക്കില്ല. കാരണം യമാൽ തന്നെ പ്രത്യേകിച്ച് പ്രൊവോക്കേഷനൊന്നും ഇല്ലാതെയാണ് പല പ്രസ്ഥാനങ്ങൾ നടത്തിയത്. അപ്പോൾ ഈ റീസെൻ്റ് ആയിട്ടുണ്ടായ ഒരു സംഭവം എന്ന് പറയുന്നത്, ലമീൻ യമാൽ ഒരു എന്താ പറയുക, ഒരു യൂട്യൂബ് ചാനൽ അതിഥിയായി വന്നതായിരുന്നു. അപ്പോൾ യൂട്യൂബ് ചാനലിൽ അതിഥിയായി വന്നപ്പോഴാണ് ഒരു കിങ്സ് കപ്പ്, അതായത് നമ്മുടെ ബാഴ്സയുടെ പിക്ക് നടത്തുന്ന ഒരു ടൂർണമെൻറ്റാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രൊമോഷൻ്റെ കൂടി ഭാഗമായിട്ടാണ് വന്നത്. അപ്പോൾ ബ്രോഡ്കാസ്റ്റർ യമാലിനോട് അദ്ദേഹത്തിൻ്റെ ടീം റയൽ മാഡ്രിഡേയും താരതമ്യം ചെയ്യുന്നപ്പോഴാണ് യമാലിൻ്റെ ഒരു വിവാദമായ പ്രസ്താവന വന്നത്. അതേ, റയൽ എന്ന് പറയുന്നത് മത്സരങ്ങൾ മോഷ്ടിക്കും, എന്നിട്ട് അവർ തന്നെ പരാതി പറയും. ഈ ഒരു പ്രസ്താവനയാണ് എൽ ക്ലാസിക്കോക്ക് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ആയതുകൊണ്ട് തന്നെ അത് വലിയ ചൂടുണ്ടാക്കി. അപ്പോൾ നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു, ഇതിന് റയൽ തിരിച്ചടിക്കും, മത്സരത്തിൽ വെച്ച് കർവാഹൽ പകരം ചോദിക്കുമെന്നൊക്കെ ഈ ഫാബ്രിസിയോ റൊമാനോ അടക്കമുള്ള പലരും പുറത്തു വിട്ടിരുന്നു. പക്ഷേ അങ്ങനെ പുറത്തു വന്ന റിപ്പോർട്ടുകളേക്കാൾ വലിയ രീതിയിലാണ് റയൽ യമാലിനെതിരെ പ്രതികരിച്ചത്. ഫസീൻ എന്താണ് തോന്നുന്നത്? ഈ യമാലിനെതിരെയുള്ള ഒരു 18-കാരനായിട്ടുള്ള ഒരു യമാലിനോടുള്ള അതിൻ്റെ പ്രതികരണങ്ങൾ ഒരു തരത്തിൽ നോക്കുമ്പോൾ റയലിന് അവരുടെ ഫാൻസിൻ്റെ ഇടയിലും അല്ലെങ്കിൽ അവരുടെ തന്നെ ഉള്ളിൽ നിന്നുള്ള ഇമോഷൻസാണ് വരുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു കുറച്ച് എക്സാജറേഷൻ ആയിപ്പോയി എന്ന് തോന്നുന്നുണ്ടോ? ഈ ഒരു കേസിൽ ബാർസൻ്റെ തന്നെ ഫ്രാങ്കി ഡിയോങ് പറഞ്ഞൊരു സാധനം, ആ ഒരു നിലപാടാണ് പേഴ്സണലി എനിക്കുള്ളത്. അതായത് കാർവഹാൽ ഒരു സീനിയർ പ്ലെയറാണ്, ആൾക്ക് ഒരു സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ആളും യമാലും സ്വാഭാവികമായിട്ടും നാഷണൽ ടീമിലെ ടീംമേറ്റ്സ് ആയതുകൊണ്ട് തന്നെ കൃത്യമായ പേഴ്സണൽ കോൺടാക്ട്സ് ഉണ്ട്. അത് അവിടെ പറഞ്ഞ് തീർക്കാമായിരുന്നു എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. ഒരു പക്ഷേ കളിയുടെ അവസാന മിനിറ്റിൽ നമ്മൾ കണ്ടതാണ് ഡഗ്ഔട്ടിൽ 2 ടീമിൻ്റെ പ്ലെയേഴ്സ് തമ്മിൽ കൊമ്പ് കോർക്കുന്നത്. അത് വീണ്ടും മത്സരത്തിന് ഫുൾ ടൈമിന് ശേഷവും തുടരാനുള്ള ഒരു കാരണം കാർവഹാലിൻ്റെ ഭാഗത്ത് നിന്ന ഒരു പ്രൊവോക്കേഷനാണ്. യമാൽ പറഞ്ഞതിന് കാർവഹാൽ അതേ രീതിയിൽ മറുപടി പറഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ ഒരു 18-കാരൻ്റെ ചെറിയ കുസൃതികൾ വികൃതികൾ എന്നൊക്കെ പറഞ്ഞ്, പക്ഷെ അതിനെ ഒരു മെച്യൂരിറ്റിയിൽ ഒന്നും കൂടി നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാമായിരുന്നു കാർവാഹലിനുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നത് യമാൽ ഈ റയൽ എന്നൊരു പ്രൈഡിനെ വല്ലാതെ ഹർട്ട് ചെയ്ത പോലെ തന്നെ. അതായത് ഇതിപ്പോൾ ഒരു ഏതെങ്കിലും ഒരു താരത്തിനെതിരെയുള്ള പ്രസ്താവനയൊക്കെ ആണെങ്കിൽ വേണമെങ്കിൽ ക്ഷമിക്കുമെന്ന് പറയും. പക്ഷേ ഈ റയൽ മത്സരങ്ങൾ മോഷ്ടിക്കുന്നു, പരാതി പറയുന്നു എന്നുള്ള അവരുടെ ഒരു ഐഡൻറ്റിറ്റിയെ തന്നെ ചോദ്യം ചെയ്യുന്നു. അതാണ് എനിക്ക് തോന്നുന്നത് ഇത്രയും പ്രൊവോക്കേഷൻ ചെയ്യാനുള്ള കാരണം തോന്നുന്നു. കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ യമാലിൻ്റെ സെലിബ്രേഷനുകൾ, പ്രത്യേകിച്ച് റയലിനെതിരെ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ആൾ കുറച്ച് അധികമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ലാമാസിയയിൽ വളർന്ന് ബാർസലോണയുടെ ടാലൻറ്റ് അല്ലെങ്കിൽ ഒരു വലിയൊരു പ്ലെയറായി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ബദ്ധവൈരികൾ എന്നുള്ളൊരു മെൻറ്റാലിറ്റി ഉണ്ടാവും. അത് കുറച്ചധികം കാണിച്ച റീസെൻ്റ് ആയിട്ടുള്ളൊരു ബാർസ പ്ലെയർ എന്നുള്ള നിലക്ക് യമാലിനോട് സ്വാഭാവികമായിട്ടും റയൽ മാഡ്രിഡിനും ആരാധകർക്കും ഒരു ഫ്രസ്ട്രേഷൻ അല്ലെങ്കിൽ ഒരു ദേഷ്യം ഉണ്ടാവും. അതാണ് ഗ്രൗണ്ടിൽ മൊത്തത്തിൽ കണ്ടിട്ടുള്ളത്. അതിൻ്റെ ഒരു മറുപടി കൊടുക്കുക എന്നായിരുന്നു ഒരുപക്ഷെ റയലിൻ്റെ ഒരു പ്രധാന എയിം ഈ ഒരു മത്സരത്തിന് ഇറങ്ങുമ്പോൾ. പക്ഷെ നമ്മളതിൽ എന്താ എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ, സംഭവം യമാൽ ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ്. കാരണം ബാഴ്സ ഭാഗത്തുനിന്ന് പോലും കാര്യമായിട്ട് അദ്ദേഹത്തെ ഡിഫെൻസൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഡിഫെൻഡ് ചെയ്യുന്നതിന് ഇപ്പോൾ പിക്ക് ആയാലും അല്ലെങ്കിൽ മുൻതാരങ്ങളൊക്കെ പറയുന്നത് അവൻ്റെ പ്രായത്തിൻ്റേതാണ്, ക്ഷമിച്ചുകൂടാ. എനിക്കും തോന്നുന്നത് എന്താ വെച്ചാൽ അവൻ്റെ പ്രായം കൂടി നമ്മൾ പരിഗണിക്കണം. 18 വയസ്സെന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഒരു +2 പഠിക്കുന്ന സമയമാണ്.
ഇപ്പം നമ്മളൊക്കെ മീഡിയ വണ്ടിയിലൊക്കെ നമ്മൾ വരുമല്ലോ, ഈ റോട്ടിലിരുന്നിട്ട് ബസ്സുകാരുമായി തല്ലുണ്ടാക്കുന്നു, അല്ലെങ്കിൽ അടി ഉണ്ടാക്കുന്നു, തല്ലുമാല കണ്ട് തല്ലുണ്ടാക്കുന്ന പോലെ ഏറെക്കുറെ അതുപോലത്തെ ഒരു പ്രായമാണ്. അപ്പോൾ നമ്മളൊക്കെ ആ ഒരു പ്രായത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കറിയാം, ആ ഒരു പ്രായത്തിൽ നമുക്ക് എപ്പോഴും ഇങ്ങനെ ഒരു ഹീറോയിസം, നമ്മൾ ആ ഒരു പ്രായത്തിൽ നമ്മൾ ഭയങ്കര ഹീറോയിസായി എന്ന് വിചാരിച്ച കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമുക്ക് തന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ചമ്മലുണ്ടാവും. യമാൽ ഏറെക്കുറെ അതേപോലുള്ളൊരു പ്രായത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പക്ഷേ യമാലിൽ തന്നെ വരും കാലങ്ങളിൽ തിരിഞ്ഞു നോക്കുമ്പോൾ മോശമൊന്നും തോന്നാവുന്ന ചില പ്രസ്ഥാനങ്ങളാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു അതിൽ കുറച്ചും കൂടിയും ഒരു നല്ല രീതിയിൽ അതിനോട് മറുപടി പറഞ്ഞത് എംബാപ്പയാണ്. എംബാപ്പ ഇന്നലെ കാര്യമായിട്ട് പ്രൊവോക്കേഷൻ നിന്നിട്ടില്ല. കാരണം അദ്ദേഹം ദിവസങ്ങൾക്ക് മുമ്പുള്ളൊരു അഭിമുഖത്തിൽ എംബാപ്പ പറയുകയുണ്ടായി, നമ്മൾ യമാലിൻ്റെ പ്രായം കൂടിയും പരിഗണിക്കണം, അവൻ്റെ ഒരു എന്താ പറയുക ഒരു നോട്ടി, ആ രീതിയിലാണ് എംബാപ്പ ഇത് കാണുന്നത്. എംബാപ്പ അങ്ങനെ പൊതുവെ എല്ലാവരും എംബാപ്പയെക്കുറിച്ച് പല വിമർശനങ്ങളും പറയാറുണ്ട്. പക്ഷേ എംബാപ്പ എന്ന് പറയുന്നത് ലെമീൻ യമാലുമായിട്ട് ശരിക്കും ലെമീൻ യമാൽ വേഴ്സസ് എംബാപ്പ എന്നുള്ളതാണ് ഒരു ലാലിഗയുടെയൊക്കെ പുതിയ ടാഗ് ലൈൻ. മെസ്സി റൊണാൾഡോ എന്നൊക്കെ പറയുന്ന പോലെ ഏറെക്കുറെ ആ ഒരു സെയിം പൊട്ടൻഷ്യലുള്ള രണ്ട് താരങ്ങളാണ്. രണ്ടും ഒരാൾ വയസ്സും റയലാണ്, അങ്ങനെ എല്ലാം കൊണ്ടുള്ളത്. എന്നിട്ടും എംബാപ്പ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി മാന്യമായിട്ടാണ് പ്രതികരിച്ചത്. ആയിരിക്കും എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? അവനെ വെറുതെ വിടുമെന്ന് എംബാപ്പെ പറഞ്ഞില്ല, അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഈ ആസ് എ ബാഴ്സ ഫാൻ ആണ് യമാൽ ചിലപ്പോൾ ആ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരിക്കുക. കാരണം നിരവധി ബാഴ്സ ഫാൻസ് അതുപോലെ സ്റ്റോറി ഇടുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ബാഴ്സ ഫാൻസ് തന്നെ യമാലിനെതിരെയും അങ്ങനെ പറയേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നൊരു സാഹചര്യം കണ്ടു. ഈ പറഞ്ഞ പോലെ തന്നെ യമാലിൻ്റെ പ്രായം, അതൊരു 18 വയസ്സുള്ളൊരു പയ്യൻ ആസ് എ ബാഴ്സ ഫാൻ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ ഒരു സ്റ്റോറി ഇടുന്നു എന്ന് മാത്രമാണ് അവിടെ എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് യമാലിൻ്റെ ഈ അച്ഛനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ പിതാവിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ വിമർശനങ്ങളാണ്. എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത സാഹചര്യങ്ങളിൽ നിന്നോ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രായത്തിൻ്റെ എന്താണ് ഫസീൻ എന്താണ് എന്താ ആഡ് ചെയ്യേണ്ടത്? ഈ പറഞ്ഞ പോലെ ഒരു ഒന്നുമല്ലായ്മയെന്ന് കുറച്ചൊരു നല്ല ലൈം ലൈറ്റിലേക്കൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ഉണ്ടാവുന്ന ഒരു ചേഞ്ച് ഉണ്ട്. അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് യമാലിൻ്റെ പിതാവിനെ ആയാലും യമാലിനെ ആയാലും കാണുന്നത്. നമുക്ക് കാണാം ഓരോ മത്സരത്തിൽ ഒരു ബിഗ് മാച്ചിന് ഇറങ്ങുമ്പോൾ യമാലിൻ്റെ ഒരു ബിഗ് മാച്ച് കസ്റ്റം പോലെയാണ്, അല്ലെങ്കിൽ ഒരു റിച്വൽ പോലെയാണ് ആൾ സ്റ്റോറി പോസ്റ്റ് ചെയ്യുന്നത്. ഒരുപക്ഷെ അത് ആൾക്ക് സ്വയം ഒരു മോട്ടിവേഷന് വേണ്ടിയിട്ട് ആൾ ചെയ്യുന്നതായിരിക്കും. അതിനെ മത്സരം തോൽക്കുമ്പോൾ ആളുകൾ വിമർശിക്കും, മത്സരം വിജയിക്കുമ്പോൾ ആരും ജഡ്ജ് ചെയ്യുന്നില്ല എന്നുള്ളൊരു നിലക്കാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് റയലിന് ഓഫ് കോഴ്സ് ഭയങ്കര ദേഷ്യമുണ്ട്, അതായത് ഈ പ്രസ്ഥാനം കൊണ്ട് ദേഷ്യമുണ്ട്. പിന്നെ കളിക്കളത്തിലും എന്താ പറയുക യമാലിനെ നിഷ്പ്രഭരാക്കി എന്നുള്ളതാണ്. യമാലിനെ ഇന്നലെ പൂട്ടിയ രീതി നമ്മൾ കണ്ടു. കൂടാതെ കാരണം പോയ എൽ ക്ലാസിക്കുകളിലൊക്കെ ബോയ്സ് വിജയിക്കുമ്പോൾ യമാലിന് അതിൽ വലിയ പങ്കുണ്ടായിരുന്നു. അപ്പോൾ യമാൽ ഈ ഇത്ര വലിയ ഹീറോ ആകാൻ കാരണം അതാണ്. അത് റയലിനെതിരെ കൂടിയും പെർഫോം ചെയ്തുകൊണ്ട് കൂടിയാണ് ഈ മെസ്സിയുമായിട്ടൊക്കെ കമ്പാരിസണൊക്കെ വരുന്നത്. അപ്പോൾ യമാലിനെ രണ്ട് രീതിയിലും, അതായത് ഈ ഓഫ് ദ കളിക്കളത്തിന് പുറത്തുള്ള സ്റ്റേറ്റ്മെൻറ്റിലും റയൽ മറുപടി കൊടുത്തു, അതോടൊപ്പം തന്നെ കളത്തിലെ പെർഫോമൻസും റയൽ ഇല്ലാതാക്കിയെന്ന് പറയാമല്ലേ. യമാലിനെ ഒരുപക്ഷെ റയലിനെതിരെ ഒന്നും ചെയ്യാൻ പറ്റാതായി പോയൊരു മത്സരങ്ങളിലൊന്നിരിക്കും. അവസാന മിനിറ്റുകളിൽ കൊടുത്ത ആ ഒരു ക്രോസ് കൗണ്ടേക്ക് കണക്ട് ചെയ്ത് കൊടുത്ത നല്ലൊരു ബോൾ ഉണ്ടായിരുന്നു. അതിലപ്പുറത്തേക്ക് കാര്യമായിട്ടൊന്നും യമാലിന് ചെയ്യാൻ പറ്റാതെ പോയ മത്സരം. നമുക്കറിയാം കരേറസ് കഴിഞ്ഞ ഡിസ്കഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്താണ്, കരേറസ് ആയിരിക്കും യമാലിനെ പൂട്ടുക എന്നുള്ളത്. കരേറസിന് ബെൻഫിക്കയിൽ ഒരു മുൻപരിചയമുണ്ട്. ആളായിട്ട് കളിച്ചിട്ടുള്ള 2 മത്സരങ്ങളിലും യമാൽ ഗോളോ അസിസ്റ്റോ കൊടുത്തിട്ടില്ല. കരേറസ് ലെഫ്റ്റ് വിങ് കളിച്ചു. അപ്പോൾ ആ ഒരു രീതിക്ക് തന്നെയായിരുന്നു യമാലിനെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. യമാലിൻ്റെ ഒരു സ്പീഡ്, യമാലിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ബോൾ വെച്ചിട്ടും ഓഫ് ദ ബോളും നല്ല സ്പീഡാണ്. ആ സ്പീഡിനെ ബാറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടാണ് കരേറസ് ഡിഫെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആൾ വെട്ടിത്തിരിഞ്ഞ് ഓടിയാലും കൂടെ പിടിക്കാൻ പറ്റുന്ന രീതിയിലാണ് കരേറസ് വരുന്നത്. പിന്നെ കരേറസിൻ്റെ സ്പീഡും കഴിഞ്ഞ മത്സരത്തിൽ എടുത്ത് കാണാൻ പറ്റും. ത്രൂ പാസുകളൊക്കെ യമാൽ ഓടി എടുക്കുന്നതിനേക്കാളും സ്പീഡിൽ കരേറസ് ഓടി അത് ഡിഫെൻഡ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആൾ കൃത്യമായിട്ട് യമാൽ എങ്ങനെ കളിക്കുന്നു, കഴിഞ്ഞ 2 മത്സരങ്ങളിൽ യമാലിൻ്റെ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ യമാലിൻ്റെ ഒരു പ്ലേയിങ് സ്റ്റൈൽ കരേറസിന് അറിയാം. പിന്നെ തുടർന്നുള്ള മത്സരങ്ങളിൽ യമാലിൻ്റെ റണ്ണുകളും കാര്യങ്ങളും ആൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് യമാലൊരു ഇഞ്ചുറി മാറി വരികയാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് യമാലിനെ ആദ്യമേ ടാർഗറ്റ് ചെയ്യുന്നുള്ളൊരു ന്യൂസുകളുള്ളതുകൊണ്ട് തന്നെ യമാലിനെ കുറച്ചുകൂടി സേഫിലാണ് ബാഴ്സ ഉപയോഗിച്ചതെന്ന് തോന്നുന്നു. പിന്നെ അദ്ദേഹം ഡിസ്പോസ്ഡ് ആണ്, 22 തവണയോളം അദ്ദേഹം പൊസിഷനിലില്ല എന്നാണ് പറയുന്നത്. കൂടാതെ അദ്ദേഹം നമ്മൾ കളി കണ്ടാൽ തന്നെ അറിയാം ബോക്സിലേക്ക് കിടക്കുന്നില്ല, അങ്ങനെ ഒരു കാഴ്ചക്കാരൻ്റെ റോളിലായിരുന്നു പലപ്പോഴും നിന്നിരുന്നത്. ഹരിക്ക് എന്താണ്? അതെ, നമ്മൾ കഴിഞ്ഞ എൽ ക്ലാസിക്കോലൊക്കെ കണ്ട പോലെ യമാലിൻ്റെ കുറേ റണ്ണുകൾ ഉണ്ടായിരുന്നു, ബോക്സിൻ്റെ ഉള്ളിലേക്കും അതിൻ്റെ ഉള്ളിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ഷോട്ട് അടിക്കുന്ന പോലത്തെ ആ രീതിയിലുള്ള പ്ലേയിങ് സ്റ്റൈൽ നമ്മൾ ഈ മത്സരത്തിൽ കണ്ടില്ല. കുറച്ചും കൂടി സേഫായിട്ട് കളിച്ച പോലെയാണ് തോന്നിയത്. ഇഞ്ചുറി നഴ്സ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം, ഇഞ്ചുറിയിൽ നിന്ന് പൂർണ്ണമായി മുക്തമാകാത്തതുകൊണ്ടായിരിക്കാം. ഇനിയും കളിക്കാനുണ്ടല്ലോ. അപ്പോൾ ഇവിടെ നന്നായി കളിച്ച് വലിയ ഇഞ്ചുറി പറ്റി ഒരു സീസൺ മൊത്തം മിസ്സാവുന്നതിനേക്കാളും നല്ലത് സ്റ്റേ എവേ ഫ്രം ദ ഡേഞ്ചർ. ആൻഡ് പിന്നെ ആൾക്ക് പറ്റുന്നത് എന്താണ്, നല്ല നല്ല രീതിയിലുള്ള പാസുകൾ ഡെലിവർ ചെയ്യാൻ പറ്റും. ആ പാസുകൾ കണക്ട് ചെയ്യാൻ ബാഴ്സയ്ക്ക് പറ്റിയില്ല എന്ന് മാത്രമാണ്. നല്ല നല്ല പാസുകൾ ഫെറാൻ ടോറസിന് ഒരു പാസ് നൽകുന്നുണ്ട്, കോണ്ടയ്ക്ക് ഒരു പാസ് നൽകുന്നുണ്ട്. അപ്പോൾ അതായിരുന്നു എനിക്ക് തോന്നുന്നുണ്ട് ഇന്ന് യമാലിനെ ഏൽപ്പിച്ച ചുമതല. ഇറങ്ങി നിൽക്കുക, ബോൾ ഫ്രീ ആയിട്ട് റിസീവ് ചെയ്യുക ആൻഡ് പാസ് എന്നുള്ള ഒരു
രീതിയാണ് എനിക്ക് തോന്നിയത് യമാലിൻ്റെ കളിശൈലി. നമ്മൾ ഈ ഇന്നലത്തെ മത്സരത്തിൽ നോക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ പൊസിഷനൊക്കെ നോക്കുമ്പോൾ ഏറെക്കുറെ ഒപ്പാണ്, അല്ലെങ്കിൽ ബൈസൊക്കെ നേരിയ അടിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ അതേസമയം കളിക്കളത്തിലെ പെർഫോമൻസ് നോക്കുമ്പോൾ ഓഫ് കോഴ്സ് ഫസ്റ്റ് മിനിറ്റ് മുതൽ തന്നെ റയലിനാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. കാരണം റയലിൻ്റെ അടുത്ത് ബോൾ കിട്ടുമ്പോഴൊക്കെ ഒരു അപകട സാധ്യത ഉണ്ടായിരുന്നു. പിന്നെ ഒരു മെൻറ്റാലിറ്റിയും വലിയ പ്രശ്നം തോന്നുന്നു. ഇപ്പോൾ ഇന്ന് ആഴ്സൺ വെങ്കർ തന്നെ പറയുന്നുണ്ട്, ഇതൊരു മെൻ വിയസ് ബോയ്സ് എന്നുള്ള പോലെയാണ് പറയുന്നത്. അതായത് ഒരു പുരുഷന്മാരും കുട്ടികളും തമ്മിലുള്ള കളി പോലെ തന്നെ എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. കാരണം റയലിൻ്റെ താരങ്ങളൊക്കെ ഭയങ്കര മെൻറ്റാലിറ്റിയോടെ കളിക്കുന്നു. അതേസമയം ബാഴ്സയുടെ താരങ്ങൾ ഒരു പതുങ്ങിയ ഒരു തണുത്ത പോലെയായിരുന്നു. ഇവിടെ കളിയുടെ സ്പീഡ് പോലും അത് എനിക്ക് തോന്നുന്നത് വളരെ സ്ലോ ആയി എന്നാണ് തോന്നുന്നത്. ഫസീൻ എന്താണെന്ന് തോന്നുന്നു? ഒരുപക്ഷെ റഫീനിയ പോലുള്ള പ്ലെയേഴ്സ്, ലെവൻഡോസ്കിയെ പോലുള്ള എൽ ക്ലാസിക്കോ പരിചയസമ്പത്തുള്ള പ്ലെയേഴ്സ് ഉണ്ടാവുന്ന ഒരു മെൻറ്റാലിറ്റി ചേഞ്ച് ഉണ്ട്. ഇപ്പോൾ റാഷ്ഫോർഡ് എൽ ക്ലാസിക്കോയിൽ ഒരു പുതിയ മുഖം. അപ്പോൾ ആളായിരുന്നു ഒരു സോൾ സ്ട്രൈക്കറായിട്ട് വരുന്നത്. അപ്പോൾ ആളുടെ ഒരു പൊസിഷനിങ്ങും കുറച്ച് മോശമായ രീതിയിലായിരുന്നു. മീൻസ് ബാർസക്ക് ബോളുകൾ കണക്ട് ചെയ്യുന്നതിൽ, മുന്നിലൊരു കണക്ഷൻ ബിൽഡ് ചെയ്യുന്നതിൽ ആൾ കാര്യമായി ഇടപെടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ആ ഒരു മെൻറ്റാലിറ്റി ക്രിയേറ്റ്, റയലിന് സ്വാഭാവികമായിട്ടും മെൻറ്റാലിറ്റി ബൂസ്റ്റ് ചെയ്യാനുള്ളൊരു കാരണം അവിടെ ഉണ്ട്. ഇതിന് മറുപടി കൊടുക്കൽ നിർബന്ധമാണ് എന്ന് റയലിന് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ മിനിറ്റിലും കിട്ടുന്ന ഓരോ ബോളും നമുക്ക് ഒന്നെങ്കിൽ വിനീഷ്യസ് അല്ലെങ്കിൽ എംബാപ്പെ, ഇതിൽ ആരെങ്കിലും ഒരാളിലേക്ക് കണക്ട് ചെയ്യുന്ന രീതിയിലേക്ക് ഒരു പാസ് മിഡ്ഫീൽഡിൽ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ അത് റയലിനതൊരു മോട്ടീവായിരുന്നു. പക്ഷെ ബാഴ്സയ്ക്ക് ഇറങ്ങുമ്പോൾ ബാഴ്സയ്ക്ക് ഒരുപാട് നഷ്ടങ്ങൾ, പരിക്കുകൾ കാരണമുള്ള ഒരുപാട് നഷ്ടങ്ങൾ, യമാലിൻ്റെ പരിക്ക് റിക്കവർ ആവാത്ത യമാലിൻ്റെ ഒരു മെൻറ്റാലിറ്റിയിലെ കുറവും ബാഴ്സയെ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ യമാൽ നടത്തുന്ന റണ്ണുകളായിരുന്നു റയലിൻ്റെ ഡിഫൻസിനെ മൊത്തത്തിൽ വലിച്ചിട്ടിരുന്നത്. അത് ഒരുപാട് സ്പേസ് ക്രിയേറ്റ് ചെയ്യുമായിരുന്നു. കാര്യമായിട്ട് യമാൽ റണ്ണുകളോ അല്ലെങ്കിൽ ആളുടെ ഒരു സ്ഥിരം ശൈലിയുള്ള ഷോട്ട് എടുക്കലോ കാര്യങ്ങളോ ഒന്നും നടന്നിട്ടില്ല. അതും ഒരുപക്ഷെ ബാഴ്സയുടെ ആ ഒരു മൂർച്ച കുറച്ചിട്ടുണ്ട്. റയലിന് ഈ ഒരു മോട്ടീവ് ഭയങ്കരമായിട്ട് സഹായകരമായിട്ടുണ്ട് എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ റയലിൻ്റെ വിജയത്തിൽ യമാലിനോളം പങ്കുള്ള വേറെ ആരും ചിലപ്പം ഉണ്ടായിക്കോണം എന്നില്ല. പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ ബാഴ്സലോണയെ കുറിച്ച് പറയുമ്പോൾ, ബാഴ്സലോണ കഴിഞ്ഞ വർഷം റയലിനെ പൂട്ടുന്നത് നമുക്കറിയാം ഓഫ് സൈഡ് ട്രാപ്പായിരുന്നു. എംബാപ്പയൊക്കെ നിരന്തരം ഈ മറ്റേ സ്പൈഡർ വല വിരിക്കുന്ന പോലെയായിരുന്നു. എംബാപ്പ കൃത്യമായിട്ട് അതിൽ ചെന്ന് വീഴുകയും ചെയ്തു. ഈ മത്സരത്തിൽ സത്യത്തിൽ ഓഫ് സൈഡ് ട്രാപ്പ് ഒരുപാട് റയൽ കുടുങ്ങിയിട്ടുണ്ട്. പക്ഷേ അത് ഓഫ് സൈഡ് ട്രാപ്പ് പൊളിച്ചുകൊണ്ട് തന്നെയാണ് എംബാപ്പ ഗോൾ നേടുന്നതും. ഇങ്ങനെ ബാഴ്സ എംബാപ്പ ഗോൾ അടിക്കുമ്പോൾ ഇങ്ങനെ സൈഡിലേക്ക് നോക്കുന്നുണ്ട്, ഇത് ഓഫ് ആണോ എന്നല്ല. കാരണം അത്തരം ഒരു റണ്ണാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് ഈ ഹൈ ഡിഫൻസ് ലൈൻ്റെ ഒരു പോയ വർഷമൊക്കെ ഒരു പ്രശ്നം, അതായത് ഒരു ഒക്ടോബർ സമയം കഴിഞ്ഞിട്ട് ബാഴ്സ കുറച്ച് വീക്കായിരുന്നു പോയ സീസണിൽ. ആ സമയത്താണ് ബാഴ്സക്ക് ഒക്ടോബർ FC എന്നൊക്കെ പല വിളിപ്പേരൊക്കെ വീണിരുന്നു. അപ്പോൾ അന്ന് എല്ലാവരും പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഈ മുന്നിലെ പ്രസ്സിങ് കുറയുമ്പോൾ ബാക്കിലേക്ക്, അതായത് ഡിഫൻസിന് അധിക പണി വരും എന്നുള്ളൊരു ഉണ്ടായിരുന്നു. പോയ സീസണിലൊക്കെ വലിയ പ്രശ്നമായിട്ട് പറഞ്ഞത് അങ്ങനെയായിരുന്നു. ഇപ്പോൾ ഈ ലെവൻഡോസ്കി പ്രായമായി, പിന്നെ ഫിസിക്ക് പ്രശ്നമാണ്, അങ്ങനെ മുന്നിൽ സ്വാഭാവികമായിട്ടുള്ള നമ്മളൊരു വടംവലിയൊക്കെ പോലെ തന്നെയാണ്. മുന്നിൽ എന്താ പറയുക, നേരിട്ട് വലിച്ചില്ലെങ്കിൽ ബാക്ക് താക്ക് പണി കൂടുമെന്ന് പറയില്ലേ, ഏർക്കും അതുപോലെ തന്നെയായിരുന്നു. ഇന്നലെ എന്താണ് സത്യത്തിൽ ബാഴ്സയുടെ പ്രശ്നം തോന്നിയത്? ഈ നമ്മൾ മുന്നേ ഡിസ്കഷൻ നമ്മൾ പറഞ്ഞിരുന്നു, ഈ ഹൈ ഇൻറ്റൻസിറ്റിയിലാണ് ബാഴ്സ കളിക്കുന്നത്. ഫ്ലിക്കിൻ്റെ ശൈലി എന്ന് പറയുന്നത് ഔട്ട് ആൻഡ് ഔട്ട് 90 മിനിറ്റ്സ് ഹൈ ഇൻറ്റൻസിറ്റി കളിക്കുന്നതാണ്. അപ്പോൾ ഹൈ ഇൻറ്റൻസിറ്റി കളിക്കുമ്പോൾ എല്ലാവരും ഒരേപോലെ വർക്ക് ചെയ്യണം. ഇപ്പോൾ ഫ്രണ്ടും ബാക്കും ഒരേപോലെ പ്രസ് ചെയ്യും, ഒരേപോലെ ഡിഫെൻഡ് ചെയ്യും വേണം. അപ്പോൾ ആ ഒരു ശൈലി കളിക്കുമ്പോൾ അതിന് ഇപ്പോൾ ഒരാൾ മിസ്റ്റേക്ക് കാണിച്ചാൽ മതി, എന്തെങ്കിലും ഒരാളെ എതിർ ടീം ടാർഗറ്റ് ചെയ്താലും മതി കളി മാറാൻ, അപ്പോൾ അവർക്ക് കളി പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. കാരണം ഈ പറഞ്ഞ പോലെ ഈ ബാൽഡയുടെ വിങ്ങിൽ ഈ ബെല്ലിംഗാം, കമവിംഗ, ഗുലർ മാറി മാറി നിന്ന് കളിച്ചത് എനിക്ക് തോന്നി. അപ്പോൾ അവർ ആ വിങ്ങിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് അവിടേക്ക് ബോളെത്താണ്. പിന്നെ പ്രധാനമായിട്ടും ഇവർ ഡിഫൻസിനും, ബാഴ്സയുടെ ഡിഫൻസിനും മിഡ്ഫീൽഡിനും ഇടയിലുള്ള ഒരു സ്പേസിലേക്ക് ഒരു മിഡ്ഫീൽഡറിനെ എത്തിച്ചു എന്നാണ്. അപ്പോൾ അത് അവിടെ ഗുലേറായിരിക്കാം, ബെല്ലിംഗാം ആയിരിക്കാം, ആ ഒരു പൊസിഷൻ മാറി മാറി. അപ്പോൾ ആ പ്ലെയറിലേക്ക്, ആ ഒരു സ്പേസിലെത്തുന്ന പ്ലെയറിലേക്ക് ബോൾ എത്തുമ്പോൾ ബാഴ്സയുടെ ഫ്രണ്ട് 6 ബീറ്റ് ചെയ്യാണ്. പിന്നെ അവർക്കുള്ളത് ആകെ ഡിഫൻസിനാണ്. അപ്പോൾ ഒറ്റ ഫ്ലിക്കോ അല്ലെങ്കിൽ ഒറ്റ പാസിലോ നേരെ എംബാപ്പയ്ക്ക് ഒരു റണ്ണാണ്. എംബാപ്പ റൺ ചെയ്താൽ പിന്നെ അടിക്കും. അങ്ങനെയാണ്. എനിക്ക് തോന്നുന്നത് ഈ റയലിന് ഏറ്റവും വലിയ സന്തോഷം അവരുടെ 2 സൂപ്പർ താരങ്ങൾ ഫോം ആയിരുന്നില്ല. ഒന്ന് എംബാപ്പയാണ്. എംബാപ്പ സത്യത്തിൽ ആ ഫസ്റ്റത്തെ ഗോള് അത് സത്യത്തിൽ എന്താ പറയുക, ചെറിയൊരു ഇഞ്ചിന് വ്യത്യാസത്തിൽ ഒരു ഐക്കോണിക് ഗോളാണ് സത്യത്തിൽ നഷ്ടമായത്. ഒരു എല്ലാ കാലത്തും ഓർത്തിരിക്കേണ്ട ഒരു ഗോളാകുമായിരുന്നു. അല്ലെങ്കിൽ എനിക്കൊന്ന് എംബാപ്പയും ഫോമായി കൂടെ ജൂഡ് ബെല്ലിംഗാമും പരിക്കൊക്കെ മാറി വന്നിട്ടും അദ്ദേഹമാണ് സത്യത്തിൽ ഒരു അസിസ്റ്റും ഗോളും ഉണ്ട്. എന്താണ് ഫസീൻ എന്താണെന്ന് തോന്നുന്നത്? ഒരുപക്ഷെ എംബാപ്പയും ബെല്ലിംഗ്ഹാമും വിനീഷ്യസും ഒരുമിച്ച് ഫോം ആവുന്ന ഒരു മത്സരം കുറച്ച് കാലത്തിന് ശേഷം റയലിന് കിട്ടുന്നത് ഇതായിരിക്കും. നമുക്കറിയാം മുമ്പ് ഒരു ഈ പറഞ്ഞ പോലെ 2023-24 സീസണിലൊക്കെ റയൽ സെലിബ്രേറ്റ് ചെയ്തിരുന്നൊരു ട്രയോ, മീൻസ് അതിൽ 2 പേരായിരുന്നു. ഒന്ന് വിനീഷ്യസ്, റോഡ്രിഗോ, ബെല്ലിംഗ്ഹാം. അതിലിപ്പോൾ റോഡ്രിഗോക്ക് പകരം എംബാപ്പെ വരുന്നു. ഈ 3 ആളുകളും ഫോമായ ഒരു മത്സരം കുറേ കാലത്തിന് ശേഷം റയലിൽ കിട്ടുന്നു എന്നുള്ളതാണ്. എംബാപ്പയുടെ ആ ഒരു ഗോളിലൊക്കെ നേരെ മിസ്,
ഒരുപക്ഷെ എംബാപ്പെ പെനാൽറ്റി നഷ്ടപ്പെടുത്തിയതിനേക്കാൾ കൂടുതൽ സങ്കടപ്പെട്ടിട്ടുണ്ടാവുക അത് ഗോളായില്ല എന്നുള്ളതായിരിക്കും. എന്നും ഓർത്ത് വെക്കപ്പെടുന്ന എൽ ക്ലാസിക്കോയുടെ ഐക്കോണിക് ഗോളുകളുടെ പേരിൽ വെക്കേണ്ട ഒരു ഗോളായിരുന്നു. അതുപോലെ തന്നെ ബെല്ലിംഗ്ഹാം കഴിഞ്ഞ മത്സരത്തിൽ ഗോൾ അടിച്ചു വരുന്നു, ഈ മത്സരത്തിൽ ഗോളും അസിസ്റ്റും വരുന്നു. സത്യത്തിൽ വിനീഷ്യസ് ഒരു ഗോൾ അറിയിച്ചിരുന്നു അല്ലേ, അതാണ് അദ്ദേഹം തിരിച്ചു വിളിച്ചപ്പോൾ ഷൗട്ട് ചെയ്തത് അതുകൊണ്ടാണ്. കാരണം അത് ആ പ്ലെയറിൻ്റെ മെൻറ്റാലിറ്റിയാണ്. കാരണം താൻ ഏറ്റവും നന്നായി പെർഫോം ചെയ്യുമ്പോൾ 90 മിനിറ്റ്സ് താൻ അർഹിക്കുന്നു എന്ന് എല്ലാ പ്ലെയേഴ്സിനും സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു മെൻറ്റാലിറ്റിയാണ്. വിനീഷ്യസ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഗോൾ അടിക്കാൻ. ആ രണ്ടാമത്തെ ഗോളിലുള്ള അസിസ്റ്റ് മിലിറ്റാവോയുടെ പേരിലാണെങ്കിലും അതിൻ്റെ എഫേർട്ട് മൊത്തം എടുത്തത് വിനീഷ്യസാണ്. അപ്പം എല്ലാം കൊണ്ടും വിനീഷ്യസിനൊരു ഗോൾ അർഹിച്ചിരുന്നു, അല്ലെങ്കിൽ അത് ആഗ്രഹിച്ചിരുന്നു. അത് കിട്ടാത്തതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ മാത്രം ആൾ കാണിച്ച് ഗ്രൗണ്ടിൽ കയറി പോകുമ്പോൾ കാണിക്കുന്നുള്ളൂ. ഒരുപക്ഷെ റയലിൻ്റെ ആരാധകർ ഏറ്റവും സമീപകാലത്ത് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചൊരു മത്സരം ഇതായിരിക്കും. എല്ലാം കൊണ്ടും എല്ലാവരും ഫോമായൊരു മത്സരം. ഈ മുന്നിൽ നിൽക്കുന്ന അല്ലെങ്കിൽ സൂപ്പർ താരങ്ങളാണ് ഇവർ തൊട്ട് പിന്നിൽ തന്നെ നിന്ന വേറൊരു ടീമുണ്ട്, അതായത് കമവിംഗ, ഷുമേനി. ഇവർ മത്സരം തിരിച്ചതിൽ നിർണായക പങ്കുണ്ട്. അതിനെക്കുറിച്ചും പറയാൻ തോന്നുന്നു. അതിൽ കമാവിംഗ നമുക്കറിയാം, ആളൊരു എവിടെ കളിക്കണമെന്ന് കോച്ച് പറഞ്ഞാൽ ഞാൻ അവിടെ കളിക്കും. മിഡ് ആണെങ്കിൽ മിഡിൽ, ലെഫ്റ്റ് ബാക്ക് ആണെങ്കിൽ ലെഫ്റ്റ് ബാക്ക്, എവിടെയും കളിക്കാമെന്നുള്ളൊരു പ്ലെയറാണ്. ഷോമേനി ആണെങ്കിൽ സമീപകാലത്ത് അത്യാവശ്യം വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ റയൽ മാഡ്രിഡിൻ്റെ പ്ലെയേഴ്സിൽ ഒരാളായിരുന്നു. ആളുടെ ഒരു കംബാക്കും അതേപോലെ കമാവിംഗൊക്കെ പുതിയൊരു പൊസിഷനാണ്. ആൾ തന്നെ എക്സിൽ കുറിച്ചിട്ടുള്ളത്, ഞാൻ പുതിയൊരു പൊസിഷൻ കണ്ടെത്തി, റൈറ്റ് വിങ്ങർ. പറഞ്ഞ പോലെ തന്നെ റയൽ ബാൾഡയുടെ വിങ്ങിൽ ബാൾഡെ എക്സ്പ്ലോയിറ്റ് ചെയ്യാന്നുള്ള റയൽ യൂസ് ചെയ്തത് കമാവിംഗയിൽ കൂടിയായിരുന്നു. അർദ ഗുള്ളർ വരുന്നു, കമാവിംഗ ഒരു ഡയഗണൽ റൺ എടുത്തുന്നു, ജൂഡ് ബെല്ലിംഗ്ഹാം വരുന്നു. എല്ലാം കൊണ്ടും ആ കമാവിംഗയൊക്കെ റൈറ്റ് വിങ്ങറിലേക്ക് കളിക്കുന്നതും ക്രോസുകൾ കൊടുക്കുന്നതും റയലിൽ കാര്യമായിട്ട് നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു അത് കണ്ടു. കമാവിംഗയും ഷോമേനിയും ആണ് ശരിക്ക് ബാഴ്സയുടെ എല്ലാ മത്സരങ്ങളും നമുക്കറിയാം. ബാഴ്സയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഒരു കോർ മിഡ്ഫീൽഡായിരുന്നു. ഇവിടെ മത്സരം റയലിൽ പിടിച്ചു കൊടുത്തതും ഈ ഒരു കോർ മിഡ്ഫീൽഡാണ്. അതിൽ ഗുള്ളറായാലും അതുപോലെ തന്നെ ബെല്ലിംഗ്ഹാം ആയാലും ഷോമേനി കമാവിംഗ കോമ്പിനേഷൻ, ഈ ആളുകളെല്ലാവരും കൃത്യമായിട്ട് അവരുടെ പൊസിഷൻ നല്ല രീതിക്ക് ഹാൻഡിൽ ചെയ്തു. അതുകൊണ്ട് തന്നെ ബാഴ്സക്ക് സ്വന്തം മിഡ്ഫീൽഡിലും ഡോമിനേറ്റ് ചെയ്യാൻ പറ്റിയില്ല, റയലിൻ്റെ മിഡ്ഫീൽഡിലെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനും പറ്റിയിട്ടില്ല. അതാണ് റയലിൻ്റെ ഒരു വിജയത്തിന് ഏറ്റവും വലിയ കാരണം. അല്ല, നമ്മൾ റയലിൻ്റെ താരങ്ങളെ പറഞ്ഞപ്പോൾ ബാഴ്സ തോറ്റെങ്കിലും അതിൽ പറയേണ്ട ഒരാൾ സ്റ്റെസ്നിയാണ്. കാരണം സ്റ്റെസ്നി എന്ന് പറയുന്ന താരം പോയ സീസണിൽ വീട്ടിലിരുന്നൊരു താരത്തെയാണ് ബാഴ്സ ഒരു നിർണായക സമയത്ത് വീട്ടിലിരിക്കുന്ന റിട്ടയർഡ് ചെയ്ത് വൈഫിൻ്റെ കൂടെ ഇരിക്കുന്ന ഒരാളെ വിളിച്ചു കൊണ്ടുവന്നിട്ടാണ് അദ്ദേഹം ഫോമായത്. പക്ഷേ പിന്നീട് അദ്ദേഹം ഇങ്ങനെ സ്ഥിര സാന്നിധ്യമില്ലാതായി, പുതിയ ഗോൾ കീപ്പറൊക്കെ വന്നു. പക്ഷേ ഇന്നലെ അൺബിലീവബിൾ പെർഫോമൻസ് ചെയ്തു. സത്യത്തിൽ ഈ 2-1 അപ്പുറത്തേക്ക് സ്കോർ ലൈൻ പോകേണ്ടതായിരുന്നു. അതിൽ ഒരു പരിധി വരെ തടുത്ത് നിർത്തിയ സ്റ്റെസ്നിയാണ് ഒരു പെനാൽറ്റി സേവ് ചെയ്തതും. എന്താ പറയുക, അത് കിക്കിൻ്റെ പ്രശ്നത്തിനേക്കാൾ ആ സേവായിരുന്നു സത്യത്തിൽ. അത് മികച്ച സേവായിരുന്നു. കാരണം ചാടിയിട്ട് വീണ്ടും ഒരു കൈ ഉയർത്തിയിട്ടാണ് അത് തട്ടിയായിരുന്നു. കൂടാതെ പൊസിഷനും കുറേ കറക്റ്റായിരുന്നു. പല റയലിൻ്റെ ഷോട്ട് എവിടുന്നൊക്കെ വരുന്നു അദ്ദേഹം കൃത്യമായിട്ട് അളന്നുകൊണ്ടുള്ളതായിരുന്നു. വേറെയും സേവുകൾ ഒരുപാട്, അങ്ങനെ പറയേണ്ട പേര് സ്റ്റെസ്നിയാണ്. പിന്നെ ബാഴ്സയുടെ ഏറ്റവും വലിയൊരു പ്ലെയർ എന്ന് പറയുന്നത് പെഡ്രി ആയിരുന്നു. പെഡ്രി എനിക്ക് തോന്നുന്നു അത്ര മോശമായിട്ടൊന്നും കളിച്ചിട്ടൊന്നുമില്ല, ഇവർ ട്രോളുന്ന പോലെ കളിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഈ റെഡ് കാർഡും പിന്നെ ആ വിനീഷ്യസിൻ്റെ ഷർട്ട് വലിച്ച 2 സംഭവങ്ങളുള്ളതുകൊണ്ട് പെഡ്രി ഇങ്ങനെ ഒരു വില്ലനെ പോലെ നിൽക്കുകയാണ്. പിന്നെ എനിക്ക് പറയേണ്ട ഒരാൾ തോന്നുന്നത് മാർക്കസ് റാഷ്ഫോർഡാണ്. ആയിരിക്കും എന്താണ് തോന്നുന്നത് റാഷ്ഫോർഡിൻ്റെ? ഈ സമീപകാലത്ത് ആദ്യമായിട്ടാണ് തോന്നുന്നുണ്ട് എൽ ക്ലാസിക്കോയിൽ 2 ടീമിലും ഒരു ഇംഗ്ലീഷ് പ്ലെയർ വരുന്നു. എല്ലാ ഗോളുകളിലും ഒരു ഇംഗ്ലീഷ് പ്ലെയറിൻ്റെ ഇൻവോൾവ്മെൻറ്റ് വരുന്നത് എൽ ക്ലാസിക്കോയിൽ ആദ്യമായിട്ടായിരിക്കും. അപ്പോൾ റാഷ്ഫോർഡ് ഈ പറഞ്ഞ പോലെ ആദ്യമായിട്ടാണ് എൽ ക്ലാസിക്കോ കളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു നെർവ്സ് ഉണ്ടായിരിക്കാം. പിന്നെ ആദ്യം റാഷ്ഫോർഡ് ലെഫ്റ്റ് വിങ്ങിൽ കളിച്ചു, പിന്നെ അത് കഴിഞ്ഞ് ഒരു സെൻട്രൽ പൊസിഷനിലേക്ക് കയറുന്നതും കണ്ടു. അപ്പോൾ റാഷ്ഫോർഡ് ആ ഒരു അതിൽ അഡാപ്റ്റായി വരുന്നുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ഹാൻസി ഫ്ലിക്കിൻ്റെ സിസ്റ്റം. പിന്നെ ഹാൻസി ഫ്ലിക്ക് അവിടെ പിച്ചിൽ സൈഡിൽ ഇല്ലാത്തത് വലിയൊരു പ്രശ്നമായിട്ട് തോന്നി. കാരണം ഇപ്പോൾ ഉള്ള സ്റ്റാൻഡിൻ കോച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുമ്പോഴും അത്ര വലിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ റാഷ്ഫോർഡിൻ്റെ കേസ് പറയുകയാണെങ്കിൽ റാഷ്ഫോർഡ് റണ്ണുകൾ നടത്തിയിട്ടുണ്ട്, പക്ഷേ ആ റണ്ണുകൾ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഈ മിഡ്ഫീൽഡിൽ നിന്നുള്ള പാസുകൾക്ക് അല്ലെങ്കിൽ യമാൽ കൊടുക്കുന്ന പാസുകൾ കണക്ട് ചെയ്യാൻ ഒരു ചെറിയൊരു പ്രശ്നം തോന്നിയിട്ടുണ്ട്. പക്ഷേ റാഷ്ഫോർഡ് നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ പെഡ്രി, നമ്മൾ ഈ 2 ഇൻസിഡൻസ് കണ്ടു. അവിടെ ആസ് എ ബാഴ്സ പ്ലെയറാണ് അത് ആ ഒരു അറ്റാക്ക് തടയുക എന്നുള്ള രീതിയിലാണ് അവിടെ പെഡ്രി ചെയ്തത്. അതുകൊണ്ട് ഇപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല. പെഡ്രി കളിച്ചിട്ടുണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കളിച്ചിട്ടുണ്ട്. റെഡ് വാങ്ങി പോയിന്നുള്ളൂ. ആൻഡ് ഷെസ്നി നമുക്ക് അറിയാം, കഴിഞ്ഞ വേൾഡ് കപ്പിൽ മെസ്സിയുടെ പെനാൽറ്റി സേവ് ചെയ്തിട്ടുള്ളതാണ്. സോ നല്ല രീതിയിൽ സേവുകൾ നടത്തിയിട്ടുണ്ട്. ഒരു സ്റ്റാൻഡിൻ ഗോൾ കീപ്പർ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞാൽ സ്കോർ കൂടാണ്ടിരുന്നത് ഷെസ്നി കാരണമായിരുന്നു. ഈ ഒരു എല്ലാ പ്രശ്നത്തിനും കാരണക്കാരനായ മറ്റേ യൂട്യൂബർ ഒരു അവസാനം കുറ്റസമ്മതം നടത്തി എന്നുള്ള നിലയ്ക്കാണ് താനാണ് ഈ ഒരു എല്ലാ പ്രശ്നത്തിനെയും പകുതി കാരണവും ഞാനാണ്.
ഇനി അതൊരിക്കലും ഞാൻ റിപ്പീറ്റ് ചെയ്യൂല എന്നുള്ള തരത്തിലൊക്കെയാണ് ആൾ പറയുന്നത്. ഇപ്പോൾ മൊത്തം പ്രശ്നം തുടങ്ങി വെച്ചത് ഫ്രം ദ ബിഗിനിങ് ടു എൻഡ് അയാളുടെ ഒരു പങ്ക് ഉണ്ട് എന്നാണ് ആളിപ്പോൾ പറയുന്നത്. പിന്നെ ഈ പെഡ്രിയുടെ കേസ് പറഞ്ഞപ്പോൾ പെഡ്രി ജേഴ്സി ഡ്രാഗ് ചെയ്തതാണ് ഇപ്പോൾ നിലവിൽ ഏറ്റവും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു മീമുകളിലൊന്നും. സ്വാഭാവികമായിട്ടും പെഡ്രി അവിടെ ചെയ്തൊരു സെൻസിബിൾ ഫൗളാണെന്ന് പറയാൻ പറ്റുള്ളൂ. ഒരു അറ്റാക്കിനെ തടയിടാൻ ഫസ്റ്റ്ലി പ്ലെയേഴ്സ് തിങ്ക് ചെയ്യുക, സ്വാഭാവികമായിട്ടും അപ്പുറത്തുള്ള ആളെ പരിക്ക് പറ്റിക്കാത്ത രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ്. അതിന് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ആൾ ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അറ്റാക്കിനെ തടയിടുമ്പോൾ ഒരു യെല്ലോ കാർഡ് വാങ്ങൽ ഒരു പ്ലസ് ആണ് ശരിക്കും. സ്വന്തം ടീമിനെ ഗോൾ കൺസീഡ് ചെയ്യുന്നതിലപ്പുറത്തേക്ക് യെല്ലോ കൺസീഡ് ചെയ്യുക എന്നുള്ളതാണ്. അതൊരു സെൻസിബിൾ ആണ്. പിന്നെ മത്സരം ജയിക്കുമ്പോൾ സ്വാഭാവികം ജയിക്കുന്ന ടീമിനെ ആഘോഷിക്കാൻ കിട്ടുന്ന എല്ലാ അവസരങ്ങളും മുതലെടുക്കും. അതിലൊന്നായിട്ട് അതൊരു വലിയൊരു പറയണ്ടായിരുന്നു ഇപ്പോഴത്തെ എൽ ക്ലാസിക്കൊന്നും ഭയ പോലെ ഫൈറ്റ് ഇല്ല, വീരില്ല എന്നൊക്കെ പറയാം. അതൊക്കെ ഏതായാലും ഇന്നലത്തോടെ ഒന്ന് തീർന്നെന്ന് തോന്നുന്നു. ഏതായാലും ബാഴ്സലോണയും നമുക്കറിയാം പകരം വിട്ടാനൊക്കെ ഉള്ള ടീം തന്നെയാണ്. ഫുൾ ടീം എത്തിയിട്ട് തന്നെ അവരും തിരിച്ചു വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.